നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് സ്വാഗതം. നമ്മൾ ആരംഭിക്കുകയാണ്. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഏതെങ്കിലും ജനകീയ വാർത്തകൾ, വിഷയങ്ങളൊക്കെ ഞങ്ങൾ അറിയിക്കേണ്ടതുണ്ടെങ്കിൽ അതിന് അവസരമുണ്ട്. നേരിട്ട് ഫോണിൽ വിളിച്ച കാര്യങ്ങൾ അറിയിക്കാം. 0484-2830-510 ഈ നമ്പറിൽ വിളിച്ച് തത്സമയം വിവരങ്ങൾ അറിയിക്കാം. ഏതെങ്കിലും ദൃശ്യങ്ങളോ വാർത്തകളോ ഞങ്ങൾ അറിയിക്കേണ്ടതുണ്ടെങ്കിൽ വാട്സാപ്പ് വഴി അത് അറിയിക്കാം. 6235968937 ഈ നമ്പർ വഴി വാട്സാപ്പിലൂടെ ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യാം. ഇന്നത്തെ വാർത്താ ദിനത്തിലെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ അടക്കമുള്ളവർക്കായുള്ള തെരച്ചിൽ നാളെയും തുടരും എന്നുള്ള വിവരം ഇപ്പോൾ വരുന്നു. റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലന്റെ നിർദ്ദേശമനുസരിച്ചാകും നാളത്തെ തിരച്ചിൽ. കാലാവസ്ഥ പ്രതികൂലമായാലും ലോറി കണ്ടെത്തും വരെ തിരച്ചിൽ തുടരും എന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ വ്യക്തമാക്കി. ഇപ്പോഴത്തെ തിരച്ചിലിൽ തൃപ്തിയുണ്ട് എന്ന് അർജുന്റെ സഹോദരി പറഞ്ഞു. അലക്സ് റാം മുഹമ്മദ് ഇപ്പോൾ വിവരങ്ങളുമായി ഷിരൂരിൽ നിന്ന് ചേരുന്നുണ്ട്. ഷിരൂര്, ഈ അർജുന്റെ കുടുംബത്തെ ഉൾപ്പെടെ ആ ഡ്രഡ്ജറിലേക്ക് എത്തിച്ചിരുന്നു. നമ്മൾ ഉൾപ്പെടെയുള്ള വാർത്താ സംഘവും ആ ഡ്രഡ്ജറിൽ എത്തിയിരുന്നുവല്ലോ. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു കാർവാർ MLA അലക്സ്? ഉന്മേഷ, ആദ്യം പറയേണ്ടത് ഈ ഷിരൂർ ദൌത്യം, അർജുന് വേണ്ടിയുള്ള ഈ ദൌത്യം അത് തുടരും എന്ന് കാർവാർ MLA തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിലും തുടരുമെന്ന് അദ്ദേഹം പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 70 ദിവസം, അതായത് അർജുനെ കാണാതായി 70 ദിവസം പിന്നിടുമ്പോഴും ആ ദൌത്യം 3 ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോഴും ഇതുവരെ ഇല്ലാത്ത നിർണായക നീക്കങ്ങൾ ഇന്ന് ജില്ലാ ഭരണകൂടം നടത്തി എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. ഇന്ന് പ്രധാനമായി CP1 കേന്ദ്രീകരിച്ചാണ് പരിശോധന നടന്നത്. ആ കോൺടാക്ട് പോയിന്റ് 1ലാണ് ഈ അർജുന്റെ ട്രക്ക് ഉണ്ടാകുമെന്ന് കുടുംബം സംശയിച്ചിരുന്നത്. അതുകൊണ്ട് രാവിലെ മുതൽ തന്നെ കാര്യക്ഷമമായ പരിശോധന, തിരച്ചിൽ അവിടെ നടന്നു. ഡൈവ് ചെയ്തുള്ള തിരച്ചിലാകട്ടെ, ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ടുള്ള മണ്ണ് നീക്കം ചെയ്തുള്ള പരിശോധനയാകട്ടെ, അതെല്ലാം അവിടെ നടന്നു. അവിടെ നിന്ന് കൂടുതൽ ഭാഗങ്ങൾ കണ്ടെടുത്തു. അത് അർജുന്റെ ടാങ്കറിന്റെ വടം കണ്ടെത്തി, ആ ടാങ്കറിലുണ്ടായിരുന്ന തടിക്കഷ്ണങ്ങൾ കണ്ടെത്തി, അതിലെ ആംഗ്ലർ കണ്ടെത്തി, വടത്തിന്റെ കൂടുതൽ ഭാഗങ്ങൾ കണ്ടെത്തി, മറ്റു ലോറികളുടെ അടക്കമുള്ള മറ്റു വാഹനങ്ങളുടെ ഒരുപാട് പാർട്സുകൾ ആ ഭാഗത്ത് നിന്ന് കണ്ടെത്തി അത് പുറത്തെടുത്തു. അവിടെ ഏതാണ്ട് വൈകുന്നേരം വരെയും ആ തിരച്ചിൽ പൂർണ്ണമായി നടന്നു. കുടുംബം ആ തിരച്ചിൽ തൃപ്തി രേഖപ്പെടുത്തി. അത് കഴിഞ്ഞ് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലനെത്തി. അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ CP1ലാണ് പരിശോധന നടത്തുന്നത്. പക്ഷേ ട്രക്ക് ഉണ്ടാകും എന്നുള്ള സ്ട്രോങ് സിഗ്നൽ ലഭിച്ചത് CP4ലാണ്. ആ CP4ന് സമീപമാണ് നമ്മൾ ഈ നിൽക്കുന്നത്. അവിടെയാണ് ഈ ഡ്രഡ്ജർ വെസൽ കൊണ്ട് നങ്കൂരമിട്ടിരിക്കുന്നത്. അവിടെയാണ്. ഇതിൽ വൈകുന്നേരമാണ് ഈ കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിലും കാർവാർ SP അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും അതുപോലെ ഇന്ദ്രബാലനും അടക്കമുള്ളവർ ഇവിടേക്ക് എത്തുന്നത്. അവിടെ നിർണായകമായ 2 നീക്കങ്ങൾ. ഒന്ന്, ഈ ലോറി ഉടമ മനാഫിനെ വിളിച്ച് ഈ മനാഫിനോട് ഈ വാഹനത്തിൽ, ഈ ഡ്രഡ്ജർ വെസലിലുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് മനാഫ് സ്ഥിരീകരിക്കുന്നു. മനാഫിന് ചോദിച്ചറിയാനുള്ള അവസരം മനാഫിന് നൽകുന്നു, അത് കാണാനുള്ള അവസരം നൽകുന്നു. തൊട്ടു പിന്നാലെ അർജുന്റെ സഹോദരിയെയും ഒപ്പം സഹോദരിയുടെ ഭർത്താവ് അഞ്ജുവിനെയും ജിതിനെയും കൂടി പ്രത്യേക ബോട്ടിൽ ഈ ഡ്രഡ്ജറിലേക്ക് എത്തിച്ച് ഇന്ന് ലഭിച്ച വസ്തുക്കൾ അവർക്ക് നേരിട്ട് കാണിച്ചു കൊടുത്തു. ഇതിലെ പ്രധാനപ്പെട്ട നീക്കം ഇതാണ് ഉന്മേഷ്. അതായത് ഈ മിഷൻ എത്രത്തോളം റിസ്കിലാണ് നടത്തുന്നത്, ഈ വെള്ളത്തിലുള്ള ഈ മിഷൻ എത്രത്തോളം പ്രയാസകരമായാണ് നടത്തുന്നത്, അത് അർജുന്റെ കുടുംബം ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ് സർക്കാർ ഈ മിഷൻ ഇത്രയും പണം മുടക്കി ഈ മിഷൻ ഇവിടെ നടത്തുന്നതെന്ന് അവരെ ബോധിപ്പിക്കുക, അവരെ വിശ്വാസത്തിലെടുക്കുക, അവരെ മനസ്സിലാക്കുക എന്ന നീക്കമാണ് അധികൃതരും കാർവാർ MLAയും കാർവാർ SP അടക്കമുള്ളവർ ഇപ്പോൾ സ്വീകരിച്ചത്. അത് മാത്രമല്ല, കേരള മാധ്യമങ്ങളെ അവർ അവരുടെ തന്നെ പ്രത്യേക ബോട്ടുകളിൽ ആ ഡ്രഡ്ജറുകളിലേക്ക് എത്തിച്ച് അതിനുള്ളിലുള്ള ദൃശ്യങ്ങൾ, ഇന്ന് കണ്ടെത്തിയ ഭാഗങ്ങളുടെ ദൃശ്യങ്ങൾ എടുക്കാനും അവരുടെ പ്രതികരണം തേടാനും ഒക്കെയുള്ള അവസരം അവർ തന്നെ ഒരുക്കിക്കൊടുത്തു. പ്രധാനപ്പെട്ട കാര്യം, ഇതിലേക്ക് വിരൽ ചൂണ്ടുന്ന 1-2 കാര്യങ്ങളുണ്ട്. നാളെ ഈ ഷിരൂർ ഉൾപ്പെടുന്ന ഈ ഉത്തര കന്നഡ മേഖലയിൽ നാളെ മുതൽ 3 ദിവസം അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായി റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തകർത്തു മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ഡ്രഡ്ജിംഗ് പോസിബിൾ അല്ല. അതായത് ഈ മണ്ണ് നീക്കം, അതുപോലെ ഇതിനെ നങ്കൂരം വിട്ടുകൊണ്ട് മണ്ണ് നീക്കം ചെയ്യുന്നത് ആ കനത്ത മഴയിൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഈ നദിയിലെ ജലനിരപ്പ് ഉയരും, ഒഴുക്ക് വർദ്ധിക്കും. സ്വാഭാവികമായി താൽക്കാലികമായെങ്കിലും അപ്പോൾ ഡ്രഡ്ജിംഗ്, ഈ മണ്ണ് നീക്കം നിർത്തിവെക്കണം. അങ്ങനെ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ അത് ഇവരെ ബോധിപ്പിക്കണം. അത് കുടുംബത്തെ വിശ്വാസത്തിലെടുക്കണം, കേരള മാധ്യമങ്ങളെ വിശ്വാസത്തിലെടുക്കണം. ആ നീക്കം കൃത്യമായി നടന്നിട്ടുണ്ട്. അപ്പോഴും അവർ പറയുന്നുണ്ട് നാളെ ഈ ദൌത്യം പുനരാരംഭിക്കും. CP4ൽ മാത്രമല്ല ഈ 4 പോയിന്റുകളിലും യഥാസമയം പരിശോധന നടത്തുമെന്നാണ്
ഇപ്പോൾ MLA വ്യക്തമാക്കിയത്. പക്ഷേ CP4 കേന്ദ്രീകരിച്ചായിരിക്കും നാളത്തെ പരിശോധനയുടെ പ്രധാനപ്പെട്ട ഊന്നലും. ആ മേഖലയിലാണ് ഈ ഐബോ ഡ്രോൺ അടക്കമുള്ള സംവിധാനം ഉപയോഗിച്ച റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ നടത്തിയ ഈ പോയിന്റ് ഔട്ട് ചെയ്ത സ്ട്രോങ് സിഗ്നൽ കണ്ടെത്തിയ മേഖല CP4 ആണ്. ആ കോൺടാക്ട് പോയിന്റ് 4-നടുത്തായിരിക്കും പരിശോധന കൂടുതലായി നടത്തുക. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അല്പം ഇരുട്ടാണെങ്കിൽ പോലും ആ ദൃശ്യങ്ങളിൽ കാണാം. കാര്യമായി മൺകൂനകളുള്ള ഒരു പ്രദേശമാണ്. കാര്യക്ഷമമായി തന്നെ അവിടെ അങ്ങനെയെങ്കിൽ പരിശോധന നടത്തേണ്ടി വരും. അവിടെ ഒന്ന് മണ്ണ് നീക്കം ചെയ്യേണ്ടി വരും. അത് ശ്രമകരമായ ഒരു ജോലി കൂടിയാണ്. ഈ കാര്യങ്ങളെല്ലാം ഇന്ന് ഈ മൂന്നാം ഘട്ട ഷിരൂർ ദൌത്യത്തിന്റെ 4ാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി ജില്ലാ ഭരണകൂടം നടപ്പിലാക്കി കഴിഞ്ഞു. അത് അർജുന്റെ കുടുംബത്തെ അത് അറിയിച്ചിട്ടുണ്ട്. അവരെ വിശ്വാസത്തിലെടുത്തിട്ടുണ്ട്. ഇന്ന് പൂർണ്ണ തൃപ്തിയാണ് ഇന്ന് കുടുംബാംഗങ്ങൾ ഇന്നത്തെ തിരച്ചിൽ രേഖപ്പെടുത്തിയതെന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം CP1 രാവിലെ ആരംഭിച്ച പരിശോധന അല്പം മുമ്പ് വരെ CP1 തുടർന്നു. ഇതാ കഴിഞ്ഞ നിമിഷം മാത്രമാണ് ഈ ഡ്രഡ്ജർ വെസൽ ഇവിടേക്ക് എത്തിച്ചത്. ആ ഡ്രഡ്ജർ വെസൽ ഇവിടേക്ക് എത്തിക്കുമ്പോൾ പോലും അതിനുള്ളിൽ അർജുന്റെ സഹോദരി അഞ്ജുവും ഒപ്പം സഹോദരൻ ജിതിനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മാധ്യമപ്രവർത്തകർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഇത് തുടരണം. നിങ്ങൾ മാധ്യമങ്ങൾ തെറ്റായ വാർത്ത ഇവിടെ നിന്ന് നൽകരുത് എന്നാണ് സതീഷ് കൃഷ്ണസേൽ അതിനുള്ളിൽ നിന്ന് പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും, അതായത് കർണാടക സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും സർക്കാർ ചെയ്യുന്നുണ്ട്. അർജുനെ കണ്ടെത്തുന്നതിന് വേണ്ടി ചെയ്യുന്നുണ്ട്. കേരളത്തിന്റെ ആവശ്യത്തോടൊപ്പമാണ്. കേരളത്തിന്റെ ആവശ്യം എന്നാൽ അർജുന്റെ തിരോധാനത്തിന് തുമ്പുണ്ടാക്കണം, അർജുനെ കണ്ടെത്തണം, ആ ട്രക്ക് കണ്ടെത്തണം എന്നുള്ളതാണ് കേരളത്തിന്റെ പൊതു ആവശ്യം. ആ ആവശ്യത്തോടൊപ്പം കർണാടക സർക്കാർ നിൽക്കുന്നു എന്ന് കൃത്യമായി ഇന്ന് ബോധ്യപ്പെടുത്താൻ വരച്ചിടാൻ ജില്ലാ ഭരണകൂടത്തിനും അത് MLAക്കും SP അടക്കമുള്ളവർക്കും കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് താൽക്കാലികമായി ഡ്രഡ്ജിംഗ് നിർത്തിവെച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ നാളെ ഇത് പുനരാരംഭിക്കും, കടുത്ത മഴയില്ലെങ്കിൽ മാത്രം. അലക്സ് മുഹമ്മദ് തുടരുക. ഇപ്പോൾ വസന്തകുമാർ ചോദിക്കുന്നുണ്ട്, ലോറിയുടെ ഭാഗങ്ങളൊക്കെ കിട്ടിയല്ലേ? ഇന്ന് കിട്ടിയ ടയർ അടക്കമുള്ള ഭാഗങ്ങളൊക്കെ മറ്റേതോ ട്രക്കിൻ്റെതാണ്. പക്ഷേ അർജുൻ ഓടിച്ച ലോറിയുടെ ചില ഭാഗങ്ങളൊക്കെ കിട്ടുകയുണ്ടായി. അതിലെ കയർ കിട്ടുകയുണ്ടായി, ഒരു ക്രാഷ് ഗാർഡ് ഉണ്ട്. അങ്ങനെ ചില സൂചനകളൊക്കെ അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുകയുണ്ടായി. അലക്സ് മുഹമ്മദ് തുടരുന്നുണ്ട്. അലക്സ്, ഇപ്പോൾ ഈ നാളത്തെ പരിശോധന അങ്ങനെയെങ്കിൽ ഈ സ്പോട്ട് 4-ൽ മാത്രമായി കേന്ദ്രീകരിച്ചാണോ അതോ മറ്റിടങ്ങളിലേക്ക് കൂടി പരിശോധന ഉണ്ടാകുമോ? ഉന്മേഷ, അവർ പറഞ്ഞത്, കാർവാർ MLA അടക്കം പറഞ്ഞത് 4 സ്പോട്ടുകളിലും പരിശോധന നടത്തുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത്, കാരണം ഇന്ദ്രബാലനോട് നമ്മൾ സംസാരിച്ചിരുന്നു, ഇന്ദ്രബാലൻ പറയുന്നത് സ്പോട്ട് 4-ൽ കാര്യമായ പരിശോധന നടത്തണം. ആ സ്പോട്ട് 4-ൽ എവിടെയാണ് കൃത്യമായ സിഗ്നൽ കിട്ടിയത്, സ്ട്രോങ് സിഗ്നൽ എവിടെയാണ് ഉള്ളതെന്ന് ഈ ഡ്രഡ്ജിംഗ് വെസലിലെ ഈ ഉദ്യോഗസ്ഥരോട്, ആ ജീവനക്കാരോട് പറയേണ്ടതുണ്ട്. ഒപ്പം ഡൈവേഴ്സിന് അതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം നൽകും. ഈ നിലവിലെ ഈ തിരച്ചിലിനെ CP4-ലേക്ക്, സ്ട്രോങ് സിഗ്നൽ ലഭിച്ച CP4-ലേക്ക് താൻ നയിക്കും എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതിനർത്ഥം നാളെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത് ഈ കോൺടാക്ട് പോയിന്റ് 4-ലായിരിക്കും എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ആ മേഖല കേന്ദ്രീകരിച്ചായിരിക്കും പരിശോധന. അത് മാത്രമല്ല, ഈ ഡ്രഡ്ജർ വെസൽ ഇപ്പോൾ നിൽക്കുന്നതിന്റെ കുറച്ച് മുൻഭാഗത്തായി ഇന്ന് രാവിലെ ഇലക്ട്രിക് ടവറിന്റെ വലിയ ഭാഗങ്ങൾ അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ചെറിയൊരു അംശം മാത്രമാണ് ആ ഡ്രഡ്ജർ വെസലിലുള്ളത്. ആ ഇലക്ട്രിക് ടവറിന്റെ നല്ലൊരു ഭാഗവും ഇപ്പോഴും ആ പുഴയ്ക്കകത്തുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വീടിന്റെ മേൽക്കൂരയായി ഉപയോഗിക്കുന്ന തകര ഷീറ്റ് അതിനുള്ളിലുണ്ട്, അതിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഇവിടെ നിന്ന്, ഈ പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയതാണ് അതൊക്കെ. അത്തരത്തിൽ ഈ മേഖലയിൽ കാര്യമായ പരിശോധന നടത്തും എന്നുള്ളതാണ് ഇന്ദ്രപാലനടക്കം പറഞ്ഞത്. നാളെ നമ്മൾ അങ്ങനെ തന്നെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഉന്മേഷ, ഇന്ന് കണ്ടെത്തിയതിനെ കുറിച്ച് ഇന്ന് പറയാനാണെങ്കിൽ കാര്യമായി, അതായത് ഈ 4 ദിവസം, ഈ മൂന്നാമത്തെ ഷിരൂർ ദൌത്യം ആരംഭിച്ച് 4ാം ദിനം ഒരുപാട് ലീഡുകൾ നൽകിയ ദിനമാണ്. അത് അർജുന്റെ ടാങ്കറുമായി ബന്ധപ്പെട്ട് അതിൽ ടാങ്കറിൽ ഉപയോഗിച്ചിരുന്ന വടം, അതിന്റെ ഈ തടിക്കഷണം അടക്കമുള്ളവ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഒപ്പം ചില വളയങ്ങളടക്കം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം അർജുന്റെ ട്രക്കുമായി ബന്ധപ്പെട്ടതാണ്. അത് ഉടമ മനാഫ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അർജുന്റെ ട്രക്ക് അല്ലാത്ത മറ്റ് വാഹനങ്ങളുടെ പലവിധമായ ബോഡി പാർട്സ് കണ്ടെത്തിയിട്ടുണ്ട്. ലോറിയുടെ എഞ്ചിനുകൾ കണ്ടെത്തിയിട്ടുണ്ട്, അതിന്റെ ബോഡി പാർട്സുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ടയറിന്റെ പിൻഭാഗം, പിൻചക്രം, ഒരു 4 പിൻചക്രം കണ്ടെത്തിയിട്ടുണ്ട്. അത്തരത്തിൽ കാര്യമായി അങ്ങനെ കുറേയേറെ ഭാഗങ്ങൾ അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വസ്ത്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, ബാഗിന് സമാനമായ വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട്, രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതൊക്കെ ഇന്ന് ആ പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയതാണ്. പക്ഷെ അർജുനുമായി ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ വടമാണ്. ഒരു നല്ല നീളത്തിലുള്ള വടം, അത് 3 ഭാഗങ്ങളായി ആ പ്രദേശം CP1-ൽ നിന്ന് കണ്ടെത്തി. ഒപ്പം തടിക്കഷ്ണം കണ്ടെത്തി. ഒപ്പം ചില വളയങ്ങൾ, ഈ വാഹനത്തിൽ വെള്ളം ഘടിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന സ്റ്റാൻഡിന്റെ അതിന് ബലം നൽകുന്നതിന് വേണ്ടി ഉണ്ടായിരുന്ന അത്തരം വളയങ്ങൾ കൂടി അവിടെ നിന്ന് കണ്ടെടുത്തു. അതും തന്റെ വാഹനത്തിലേതാണെന്ന് മനാഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മറ്റ് വാഹനങ്ങളെ സംബന്ധിച്ച് ഏതിന്റെയൊക്കെയാണെന്നുള്ള കാര്യം ഇപ്പോഴും സ്ഥിരീകരണമില്ല.
പക്ഷേ ഇതിനുള്ളിൽ നിരവധിയായ കാര്യങ്ങൾ ഇപ്പോഴും കിടക്കുന്നു എന്നുള്ളതാണ്. ആ പരിശോധന നടത്തണം. CP4-ൽ ഈ ട്രക്കിന്റെ സ്ട്രോങ് സിഗ്നൽ കാണിച്ച ഭാഗമാണ്. അവിടെയായിരിക്കും നാളെ. ശരി അലക്സ്, ഏതായാലും നാളത്തെ പരിശോധന അവിടം കേന്ദ്രീകരിച്ചാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴും മഴയാണോ അവിടെ എന്ന് ചോദിക്കുന്ന പ്രേക്ഷകരുണ്ട്. നിലവിൽ മഴയില്ല. കാലാവസ്ഥാ മുന്നറിയിപ്പ് ഉണ്ട്. അടുത്ത ദിവസം അവിടെ മഴയുണ്ടാകും. 3 ദിവസം മഴയായിരിക്കുമെന്നുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പാണ് ദൗത്യമേഖലയുമായി ബന്ധപ്പെട്ട് ഉള്ളത്. സീന മുഹമ്മദ് ചോദിക്കുന്നത് ഫോറൻസിക് റിപ്പോർട്ട് എപ്പോൾ വരും? അതൊരു തെളിവാണല്ലോ എന്നുള്ളതാണ്. നേരത്തെ ഒരു അസ്ഥികഷ്ണം അവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു. അത് മനുഷ്യൻ്റെതാണോ എന്ന് സ്ഥിരീകരിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അത് മനുഷ്യന്റെ അസ്ഥി അല്ല, അത് മൃഗത്തിൻ്റെതാണ് എന്നുള്ള തരത്തിലാണ് പിന്നീട് റിപ്പോർട്ടുകളൊക്കെ വന്നത്. അരുൺ പൂപ്പറമ്പ് കൂടി ഇപ്പോൾ ചേരുന്നുണ്ട് ദൗത്യമേഖലയിൽ നിന്ന്. അരുൺ ഡ്രഡ്ജറിലേക്ക് അർജുന്റെ കുടുംബാംഗങ്ങളെ അടക്കം എത്തിക്കുമ്പോൾ, MLA എത്തുമ്പോൾ, SP എത്തുമ്പോഴൊക്കെ അരുണും ഒപ്പം ഉണ്ടായിരുന്നുവല്ലോ. എന്തൊക്കെ കാര്യങ്ങൾ അവർ വ്യക്തമാക്കുന്നുണ്ട് അരുൺ ഇപ്പോൾ? ഉന്മേഷ്, കാർവാർ MLA-യും ജില്ലാ പോലീസ് മേധാവിയും ഉൾപ്പെടെ ആ ഡ്രഡ്ജറിൽ നിന്ന് വിശദീകരിച്ചു. അതായത് ആ കുടുംബവുമായി അവരോട് ആശയവിനിമയം നടത്തി ഈ തിരച്ചിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന കാര്യത്തിൽ അവരൊരു ധാരണയിലെത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. അതിനുശേഷം അവർ അത് വിശദീകരിക്കുകയും ചെയ്തു. അർജുന്റെ കുടുംബത്തെ ആ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഇന്ന് നാവികസേന അടയാളപ്പെടുത്തിയ സ്ഥലത്താണ് തെരച്ചിൽ നടത്തിയത്. തെരച്ചിലിൽ നമുക്ക് ആശാവഹമായിട്ടുള്ള ചില കണ്ടെത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായും അർജുന്റെ ലോറിയുടേതെന്ന് കരുതുന്ന ചില ഭാഗങ്ങൾ കണ്ടെത്തി അത് മനാഫ് സ്ഥിരീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മറ്റൊരു ലോറിയുടെ ഭാഗങ്ങൾ, അതായത് ടയറുകൾ ഉൾപ്പെടെ ഭാഗങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഊർജിതമായിട്ടുള്ള ഡ്രഡ്ജിങ് ഇന്ന് നടന്നിട്ടുണ്ട്. അത്തരം തെരച്ചിൽ ഇന്ന് നടന്നിട്ടുണ്ട്. പക്ഷേ നാളെ ആ ഒരു സ്പോട്ട് മാത്രമായിരിക്കില്ല. അത് നേരത്തെ കണ്ടെത്തിയിട്ടുള്ള 4 സ്പോട്ടുകളുണ്ട്. അതിൽ ഈ 4ാമത്തെ സ്പോട്ടാണ് കുറച്ചുകൂടി കൂടുതൽ ലോഹ സാന്നിധ്യമുണ്ട് എന്ന ഒരു വിലയിരുത്തലിലേക്ക് എത്തിയത്. ഈ ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ള ഭാഗങ്ങളുണ്ട്. അപ്പോൾ അവിടെ കൂടി പരിശോധന, തെരച്ചിൽ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലാണ് അവരെത്തിയിട്ടുള്ളത്. ഇപ്പോൾ റിട്ടയർഡ് മേജർ ജനറൽ M. ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിൽ നാളെ തെരച്ചിൽ നടക്കും. അദ്ദേഹം കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നൽകും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഈ കൃത്യമായ സ്പോട്ടുകൾ, അതായത് നേരത്തെ ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ള സ്പോട്ടുകൾ, പ്രത്യേകിച്ച് സ്പോട്ട് 4-ൽ ഉൾപ്പെടെ വിശദമായിട്ടുള്ള തെരച്ചിൽ നടത്തണമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അവിടെ ലോഹ സാന്നിധ്യത്തിന്റെ കൂടുതൽ ഒരു സാധ്യതയുണ്ട് എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. നേരത്തെ ആദ്യഘട്ടത്തിൽ അദ്ദേഹം ഇവിടെ എത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോഴും അതിനുശേഷം നമ്മോട് സംസാരിച്ചപ്പോഴൊക്കെ അദ്ദേഹം അത് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ആ കേന്ദ്രങ്ങൾ, ആ സ്പോട്ടുകൾ കൂടി കേന്ദ്രീകരിച്ച് തെരച്ചിൽ വ്യാപിപ്പിക്കും എന്നതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന്, നമുക്ക് നിലനിൽക്കുന്ന ഒരു ആശങ്ക, അടുത്ത 3 ദിവസം ഉത്തര കന്നഡ ജില്ലയിൽ ശക്തമായ മഴയ്ക്ക് മുന്നറിയിപ്പുണ്ട്, കാലാവസ്ഥാ മുന്നറിയിപ്പുണ്ട്. അതൊരു ആശങ്കയായി നിലനിന്നിരുന്നു. ജില്ലാ ഭരണകൂടം ഇടയ്ക്ക് മഴ ശക്തമായാൽ തിരച്ചിൽ നിർത്തിവെക്കേണ്ടി വരും എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾക്കൊപ്പം നടത്തിയിരുന്നു. പക്ഷേ കാർവാർ MLA പറഞ്ഞത് അത്തരത്തിൽ തിരച്ചിൽ പൂർണ്ണമായി നിർത്തിവെക്കില്ല. ശക്തമായ മഴ പെയ്താൽ തന്നെ ഒരു ദിവസം അല്ലെങ്കിൽ താൽക്കാലികമായി നിർത്തിവെച്ച് വീണ്ടും തെരച്ചിൽ പുനരാരംഭിക്കും. ഡ്രഡ്ജിംഗ് കരാർ പൂർത്തിയാകുന്നവരെ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടത്തും. എന്തായാലും വിശദമായ, അതായത് ലോറി കണ്ടെത്തുന്നവരെ ദൗത്യം തുടരുമെന്ന ആത്മവിശ്വാസം നൽകുന്ന പ്രതികരണമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന്, കാർവാർ MLA ഉൾപ്പെടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. അലക്സ് മുഹമ്മദ് കൂടി ഉൾപ്പെടുന്ന 24 വാർത്താ സംഘം അവിടെ ഉണ്ട്. നാളെയും തെരച്ചിൽ നടക്കുമ്പോൾ തത്സമയ വിവരങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. സംസ്ഥാനത്ത് പലയിടങ്ങളിലും മഴ പെയ്യുന്ന കാര്യം പ്രേക്ഷകർ ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. കോട്ടയത്ത് ഹെവി റെയിൻ എന്ന് ആശിഷ് ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിൽ മഴയുണ്ടാകും എന്നുള്ള കാലാവസ്ഥ മുന്നറിയിപ്പാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇപ്പോൾ നിലനിൽക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പൊതുജനം കഴുതിയുള്ള ശ്രദ്ധ പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വാർത്താദിനത്തിൽ കണ്ട ഒരു വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയിലേക്കാണ് ഇനി പോകുന്നത്. CPIM നേതാവ് M. ലോറൻസിന്റെ അന്ത്യയാത്രയ്ക്കിടെ എറണാകുളം ടൗൺ ഹാളിൽ നാടകീയ രംഗങ്ങൾ. പൊതുദർശനത്തിന് ശേഷം മൃതദേഹം മോർച്ചറിയിലേക്ക് കൊണ്ടുപോകാനിരിക്കെ M. ലോറൻസിന്റെ മകൾ ആശാ ലോറൻസ് തടഞ്ഞു. ഫ്രീസറിൽ കെട്ടിപ്പിടിച്ച് കിടന്ന് പ്രതിഷേധിച്ച ആശാ ലോറൻസിനെയും മകൻ മിലൻ ലോറൻസിനെയും ബന്ധുക്കൾ ബലം പ്രയോഗിച്ച് മാറ്റിയ ശേഷമാണ് മൃതദേഹം കൊണ്ടുപോയത്. മൃതദേഹം തൽക്കാലം വൈദ്യപഠനത്തിന് വിട്ടു നൽകരുതെന്നും മോർച്ചറിയിൽ സൂക്ഷിക്കണം എന്നുമായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം. M. ലോറൻസിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ച ടൗൺ ഹാളിലാണ് മക്കൾ നാടകീയ രംഗങ്ങൾ സൃഷ്ടിച്ചത്. മതാചാരപ്രകാരം ചടങ്ങുകൾ നടത്തണമെന്ന ആവശ്യവുമായി മകൾ ആശാ ലോറൻസ് രംഗത്തെത്തിയതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. മരണശേഷം മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടുകൊടുക്കണമെന്ന് ലോറൻസിന്റെ ആഗ്രഹമായിരുന്നുവെന്ന് മൂത്ത മകൻ സജീവനടക്കം പറഞ്ഞിരുന്നു. അച്ഛന് ഇങ്ങനെ ഒരു ആഗ്രഹമില്ലായിരുന്നുവെന്ന് ഇന്നലെ മകൾ ആശാ ലോറൻസ് ഫേസ്ബുക്കിൽ കുറിച്ചു. ഇന്ന് പൊതുദർശനം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ ആശ ഹൈക്കോടതിയെ സമീപിച്ചു. മതാചാരപ്രകാരം മൃതദേഹം മറവ് ചെയ്യണമെന്നായിരുന്നു ആവശ്യം. ഇതോടെ മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിക്കാൻ കോടതി ആവശ്യപ്പെട്ടു. ഇതിനിടെ ടൗൺഹാളിലെത്തിയ ആശ മൃതദേഹമടങ്ങിയ പേടകത്തിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞതും CPM-നെതിരായി മുദ്രാവാക്യം വിളിച്ചതും പ്രതിഷേധത്തിനിടയാക്കി. ആശയുടെ ബന്ധുക്കൾ ലോറൻസിന്റെ മൃതദേഹത്തിനടുത്ത് നിന്ന് ആശയെ മാറ്റാൻ ശ്രമിച്ചുവെങ്കിലും മകൻ ഇടപെട്ടതോടെ പ്രശ്നം രൂക്ഷമായി.
സ്വന്തം ഇഷ്ടപ്രകാരമല്ല ആശ പ്രവർത്തിക്കുന്നതെന്ന് മൂത്ത സഹോദരൻ ML സജീവൻ. ആ ഫേസ്ബുക്ക് പോസ്റ്റിങ്സും അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും വേർഡ്സും സെന്റൻസും പാരഗ്രാഫും അത് കണ്ടന്റ് എന്നുള്ള നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവും. മൃതദേഹ പേടകത്തിനടുത്ത് നിന്ന് ആശയെ നീക്കം ചെയ്തതോടെ ടൗൺഹാളിൽ നിന്ന് മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ എത്തിച്ചു. ടൗൺഹാളിൽ വെച്ച് തനിക്കും മകനും മർദ്ദനമേറ്റതായി ആശ പറഞ്ഞു. ഉപദ്രവിച്ചത് അടുത്ത പാർട്ടിക്കാരായിരിക്കുമല്ലോ. അല്ലാണ്ട് പാർട്ടിക്കാർ ഒരു 2-3 സ്ത്രീകൾ എന്റെ പുറകെ വന്നിട്ട് എന്റെ മുതുകത്തൊക്കെ തട്ടാനും കുത്താനൊക്കെ നോക്കി. പിന്നെ എന്റെ മോനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. 1-2 പേര് അവന്റെ കാലിൽ ചവിട്ടി ചെവിയിൽ നിന്നെ കാണിച്ചു തരാടാന്നൊക്കെ പറഞ്ഞു. വൈദ്യപഠനത്തിന് മൃതദേഹം കൈമാറണമെന്ന് അച്ഛൻ തന്നോട് പറഞ്ഞിരുന്നതായി മൂത്ത മകൻ ആവർത്തിച്ചു. രാവിലെ മൃതദേഹം പൊതുദർശനത്തിന് വച്ചതിന് പിന്നാലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമടക്കം ടൗൺഹാളിലെത്തി ലോറൻസിന് ആദരാഞ്ജലികൾ അർപ്പിച്ചിരുന്നു. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള തർക്കത്തിൽ ഇടപെടില്ല എന്നാണ് CPM നിലപാട്. എന്നാൽ ലോറൻസിനെ പോലെ തലമുതിർന്ന തൊഴിലാളി നേതാവിന്റെ മൃതദേഹം തർക്കത്തിൽപ്പെട്ട് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്നത് പാർട്ടി പ്രവർത്തകർക്കും സഹിക്കാവുന്നതിലും അപ്പുറമുള്ള കാര്യമാണ്. നിലവിലെ പ്രശ്നങ്ങളിൽ രമ്യമായ പരിഹാരത്തിന് പാർട്ടി നേതൃത്വം മധ്യസ്ഥത വഹിക്കില്ലെന്ന ജില്ലാ നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞു. മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയെന്നതിൽ ഇപ്പോഴും ആശങ്ക നിഴലിക്കുകയാണ്. കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴി, 24. ഡൽഹിയിൽ നിന്ന് വരുന്ന ഒരു വാർത്തയുണ്ട്. മലപ്പുറത്ത് സ്ഥിരീകരിച്ചത് എംപോക്സിന്റെ പുതിയ വകഭേദം എന്നൊരു വാർത്ത ബൽറാം നെടുങ്ങാടി അറിയിക്കുന്നുണ്ട്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത്. രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു പുതിയ വകഭേദം സ്ഥിരീകരിക്കുന്നത് എന്നുകൂടി ബൽറാം നെടുങ്ങാടി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. നമ്മളിനി ഒരു ട്രെയിൻ യാത്രയിലേക്ക് പോകുന്നു. വന്ദേ ഭാരത് ട്രെയിനിന് വേണ്ടി പിടിച്ചിട്ട വേണാട് എക്സ്പ്രസ് ട്രെയിനിൽ തിക്കും തിരക്കും കാരണം യാത്രക്കാർ കുഴഞ്ഞു വീണു. ട്രെയിനിൽ കാലുകുത്താൻ ഇടമില്ലെന്നും സമയക്രമം മാറ്റിയതോടെ ദുരിതം ഇരട്ടിയായെന്നും യാത്രക്കാർ പരാതിപ്പെട്ടു. ചെന്നൈ മേലിൽ ശുചിമുറി മാലിന്യം കമ്പാർട്ട്മെന്റിലേക്ക് ഒഴുകിയതും ഇന്ന് ട്രെയിനുമായി ബന്ധപ്പെട്ട യാത്രക്കാരെ വലച്ചൊരു സംഭവമാണ്. ഈ സംഭവങ്ങളിൽ റെയിൽവേ അന്വേഷണം നടത്തുമെന്നാണ് വിവരം. തിരുവനന്തപുരം ഷൊർണൂർ വേണാട് എക്സ്പ്രസിലെ യാത്രാ ദുരിതം വാർത്തയാവുന്നത് ഇതാദ്യ തവണയല്ല. കോട്ടയം വഴി ഈ സമയത്ത് മറ്റു ട്രെയിനുകൾ ഇല്ലാത്തതാണ് ജീവൻ പണയം വെച്ചും യാത്ര ചെയ്യാൻ ആളുകളെ നിർബന്ധിതരാക്കുന്നത്. കോട്ടയം വഴിയുള്ള വന്ദേ ഭാരത് ഓടാൻ തുടങ്ങിയതോടെയാണ് പരാതികൾ പ്രവഹിക്കാൻ തുടങ്ങിയത്. വിവിധയിടങ്ങളിൽ ട്രെയിൻ പിടിച്ചിടുന്നതിനെതിരെ സമരം ഉൾപ്പെടെ നടത്തിയതോടെയാണ് സമയം പുനഃക്രമീകരിച്ച് എറണാകുളം ജംഗ്ഷനിലെ സ്റ്റോപ്പ് ഒഴിവാക്കിയത്. പക്ഷേ പിറവത്ത് ഇന്നും ഏറെ നേരം വേണാട് പിടിച്ചിട്ടെന്നാണ് പരാതി. തിങ്ങി നിറഞ്ഞ കമ്പാർട്ട്മെന്റിനുള്ളിലാണ് 2 പേർ തലകറങ്ങി വീണത്. 7:40 7:45 മുളന്തുരുത്തി പിടിച്ചിടുവാണ്. 25 മിനിറ്റ് വന്ദേ ഭാരത് പാസ് ചെയ്യാൻ പോകേണ്ടത്. ആ സമയത്ത് തിങ്ങി നിറഞ്ഞ് ശ്വാസം കിട്ടാതെ ആൾക്കാർ അതിനകത്ത് നിൽക്കുമ്പോൾ വണ്ടി മൂവിങ്ങിലാണെങ്കിൽ കുറച്ചെങ്കിലും നമുക്ക് കാറ്റ് കിട്ടും. ഇത് വണ്ടി ഡെഡ് ഫ്ലോയിലാണ്, അവിടെ കിടക്കുവാണ്, വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ്. എറണാകുളം വരെയുള്ള യാത്രയിൽ 19 മിനിറ്റ് മാത്രമാണ് ട്രെയിൻ വൈകിയതെന്നും വന്ദേ ഭാരതിനായി ട്രെയിൻ പിടിച്ചിട്ടിട്ടില്ലെന്നുമാണ് റെയിൽവേയുടെ മറുപടി. സമയം വൈകുന്നതിൽ ഉൾപ്പെടെ അന്വേഷണം നടത്താനും റെയിൽവേ തീരുമാനിച്ചിട്ടുണ്ട്. യാത്രക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കൃത്യമായി തന്നെ അവരോട് ബോധ്യപ്പെടുത്തുകയും അതേ കാര്യങ്ങൾ റെയിൽവേ വകുപ്പ് മന്ത്രിയെ അറിയിച്ചു. ചെന്നൈ തിരുവനന്തപുരം മെയിൽ കോട്ടയത്തെത്തിയപ്പോഴാണ് ശുചിമുറി ബ്ലോക്കായി മാലിന്യം കമ്പാർട്ട്മെന്റിലേക്ക് ഒഴുകാൻ തുടങ്ങിയത്. പരാതികൾ ബോധ്യപ്പെടുത്തുന്നതിനെക്കുറിച്ച് വേണ്ടത്ര ധാരണയില്ലാത്തതിനാൽ യാത്രക്കാർ ലോക്കോ പൈലറ്റിനെ വിവരം അറിയിച്ചു. കോട്ടയം ബസ് സ്റ്റേഷൻ ചങ്ങനാശ്ശേരി വരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ പരാതികൾ ലോക്കോ പൈലറ്റിനെ അല്ല 139 എന്ന നമ്പറിലൂടെ റെയിൽവേനെയാണ് അറിയിക്കേണ്ടതെന്ന് അധികൃതർ പറയുന്നു. ശുചിമുറികൾ വൃത്തിയായി സൂക്ഷിക്കാൻ യാത്രക്കാർക്കും ഉത്തരവാദിത്തമുണ്ടെന്നാണ് റെയിൽവേയുടെ മറുപടി. രാവിലെ വേണാടെങ്കിൽ ഉച്ചയ്ക്ക് നേത്രാവതി, വൈകിട്ട് പരശുറാം. യാത്രാ ദുരിതമുള്ള ചില ട്രെയിനുകൾ മാത്രമാണ് ഇത്. ഒന്നെങ്കിൽ കൂടുതൽ ബോഗികൾ അനുവദിക്കണം, അല്ലെങ്കിൽ കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കണം. യാത്ര സുഗമമാക്കിയില്ലെങ്കിൽ മറ്റൊരു വാഗൺ ട്രാജഡിക്കായിരിക്കും നമ്മൾ സാക്ഷിയാക്കേണ്ടി വരിക. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. വിൽസൺ പറയുന്നുണ്ട്, ലോക്കൽ ട്രെയിൻ റെഗുലറായിട്ട് ഓടിച്ച് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണമെന്നാണ് അദ്ദേഹം ഒരു നിർദ്ദേശമായി പറയുന്നത്. മലപ്പുറത്ത് സ്ഥിരീകരിച്ചത് എംപോക്സിന്റെ പുതിയ വകഭേദമെന്ന കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ബൽറാം നെടുങ്ങാടി വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, വിവരങ്ങൾ എന്തൊക്കെയാണ് ബൽറാം? മലപ്പുറത്ത് യുവാവിന് 38 വയസ്സുകാരനായ യുവാവിന് സ്ഥിരീകരിച്ചത് എംപോക്സിന്റെ പുതിയ വകഭേദം തന്നെയെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇക്കാര്യത്തിൽ വിശദമായ പരിശോധനകൾ നടത്തിയ ശേഷമാണ് ആരോഗ്യ മന്ത്രാലയം ഔദ്യോഗികമായി തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. രാജ്യത്ത് ആദ്യമായാണ്
എംപോക്സിന്റെ പുതിയ വകഭേദം സ്ഥിരീകരിക്കുന്നത്. ക്ലാഡ് 1 വിഭാഗത്തിൽ വിടുന്ന വൈറസാണ് യുവാവിനെ ബാധിച്ചിരിക്കുന്നത് എന്നാണ് സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ 2 ആഴ്ച മുമ്പ് ഡൽഹിയിൽ വെച്ച് ഹരിയാന ഹിസാർ സ്വദേശിയായ 26-കാരന് എംപോക്സ് കണ്ടെത്തിയിരുന്നു. അത് പിന്നീട് തൊട്ടടുത്ത ദിവസം തന്നെ സ്ഥിരീകരിച്ചിരുന്നുവെങ്കിലും അത് പഴയ വകഭേദം തന്നെയാണ് എന്ന് പിന്നീട് കണ്ടെത്തിയിരുന്നു. നിലവിൽ ഇപ്പോൾ മലപ്പുറം സ്വദേശിക്ക് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഈ WHO ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ക്ലേഡ് 1 വിഭാഗത്തിലുള്ള വൈറസ് തന്നെയാണ് എന്നുള്ളതാണ് സ്ഥിരീകരണം. എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എന്നാണ് ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നത്. കാരണം കോവിഡ് പോലെ തീവ്രവ്യാപനമുള്ള ഒരു വൈറസ് അല്ല ഈ എംപോക്സിന്റേത് എന്നും അടുത്ത് ഇടപഴകുമ്പോഴോ ശാരീരിക ദ്രവങ്ങളിലൂടെ മാത്രമേ ഇത് പകരാൻ സാഹചര്യമുള്ളൂ എന്നുമാണ് ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നത്. ഉന്മേഷ്. ശരി, ബൽറാം നെടുങ്ങാടി, ഡൽഹിയിൽ നിന്ന്. PV അൻവറിനെതിരായ നിലപാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിക്കുന്നു. പരോക്ഷമായി വിമർശിക്കുകയാണ് മുഖ്യമന്ത്രി. നിക്ഷിപ്ത താൽപര്യക്കാരുടെ എതിർപ്പിന് സർക്കാർ വഴങ്ങില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ പുതിയ പ്രതികരണം. അവിടെ നിക്ഷിപ്ത താല്പര്യക്കാരുണ്ടാകാം, ആ നിക്ഷിപ്ത താല്പര്യക്കാരുടെ എതിർപ്പുണ്ടാകാം. നിക്ഷിപ്ത താല്പര്യക്കാരുടെ എതിർപ്പിന് മുന്നിൽ വഴങ്ങിക്കൊടുക്കേണ്ടതല്ല സർക്കാർ. അവരുടെ അടുത്ത് കാര്യങ്ങൾ വിശദീകരിക്കാൻ തയ്യാറാകണം, ബോധ്യപ്പെടുത്താൻ ശ്രമം നടത്തണം. ഇല്ലെങ്കിൽ സർക്കാരിൻ്റെതായ വഴിക്ക് മുന്നോട്ട് നീങ്ങണം. ചിലരെ വല്ലാതെ പൊക്കിക്കാണിക്കുന്ന അവസ്ഥയൊക്കെ ഈ അടുത്ത കാലത്ത് ഉണ്ടായല്ലോ. അതല്ല എത്ര നാളാ നിൽക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എന്തെല്ലാം കാര്യങ്ങൾ നമ്മളിവിടെ കണ്ടത്. അതിനൊക്കെ ആയുസ് വളരെ കുറവാണല്ലോ. ഏതായാലും CPIM-ൻ്റെതായ നേതമായ മാർഗത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അത് ജനങ്ങളോടൊപ്പമാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ്. ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ ഇന്നത്തെ പൊതുജനം കഴുതലസ് എന്ന പരിപാടി പൂർത്തിയാവുകയാണ്.